ടു ഇമ്പൾസ് നമ്മൾ നോക്കാൻ പോകുന്ന ഡെവലപ്മെന്റ് ഡ്യൂറിങ് ഇൻഫൻസി ആണ് കേട്ടോ. സോ ഇൻഫൻസി സമയത്ത് എന്തൊക്കെ ഡെവലപ്മെന്റ് ആണ് ഉണ്ടാവുക, എങ്ങനെയൊക്കെയാണ് എന്നാണ് ഈ ഒരു ചാപ്റ്റർ നോക്കുന്നത്. സോ ബേസിക്കലി ഇൻഫൻസി പീരീഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് സ്റ്റേജ് ഓഫ് ലൈഫ് ആണ് കേട്ടോ. അതായത് നമ്മൾ ജനിച്ചത് മുതൽ 2 വയസ്സ് വരെയാണ് നമ്മൾ ഒരു ഇൻഫൻസി പീരീഡ് പറയാം. ഈ ഒരു സമയത്ത് നമുക്ക് ഡെവലപ്മെന്റ് എന്ന് വെച്ചാൽ ഭയങ്കര റാപ്പിഡ് ആയിരിക്കും. നമ്മൾ വിചാരിക്കുന്നത് പോലെയല്ല, ഭയങ്കര റാപ്പിഡ് ആയിരിക്കും. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും കുഞ്ഞു കുട്ടികളൊക്കെ പെട്ടെന്ന് വളരും. അപ്പോൾ നിങ്ങൾ അയ്യോ പെട്ടെന്ന് വളർന്നു പോയി, 6 മാസം കൊണ്ട് വളർന്നു പോയില്ലേ എന്നൊക്കെ പറയില്ലേ. അങ്ങനെ പെട്ടെന്ന് വളരുന്ന ഒരു സ്റ്റേജാണ്. പിന്നെ അത് മാത്രമല്ല, കുഞ്ഞുങ്ങൾ കൂടുതൽ ഡിപ്പെൻഡൻസി കാണിക്കാറുണ്ട്, അല്ലെങ്കിൽ എപ്പോഴും അമ്മ അല്ലെങ്കിൽ അച്ഛൻ അങ്ങനെ കൂടുതൽ കാണിക്കാറുണ്ട്. എന്നാൽ കുഞ്ഞുങ്ങൾ ഏറ്റവും കൂടുതലും കാണിക്കുന്നത് അമ്മയോടായിരിക്കും. കാര്യം അമ്മയാണല്ലോ എപ്പോഴും ഫീഡ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അമ്മയാണല്ലോ കൊണ്ടു നടക്കുന്നത്. അപ്പം അങ്ങനെയൊക്കെ ആയതുകൊണ്ട് തന്നെ എപ്പോഴും അമ്മയോടായിരിക്കും എപ്പോഴും എന്ത് ചെയ്യുക, ഇത് കാണിക്കുക, ഒരു ഡിപ്പെൻഡൻസി കാണിക്കുക. പിന്നെ അത് മാത്രമല്ല, കുഞ്ഞുങ്ങൾക്ക് ആ ഒരു എൻവയോൺമെന്റിൽ അഡാപ്റ്റായി വരാൻ വേണ്ടി, കാര്യം ഇത്ര നാൾ വൂമ്പിനകത്തിരുന്ന ഒരാൾ പുറത്തേക്ക് വരുമ്പോൾ ആ ഒരു എൻവയോൺമെന്റിൽ അഡാപ്റ്റ് ആകാനും കുറച്ച് ടൈം എടുക്കും എന്നുള്ളതും കൂടെ മനസ്സിലാക്കി വെക്കുക. സോ ഈ ഡെവലപ്മെന്റ് ഒരു പാറ്റേണോടാണ് ഫോളോ ചെയ്യുന്നത്. ദ ഫസ്റ്റ് വൺ ഈസ് ഹെഡ് ടു ടോ. സോ ഹെഡ് ടു ടോ ഡെവലപ്മെന്റ് എന്ന് വെച്ചാൽ മോട്ടോ സ്കിൽ ആൻഡ് ഗ്രോത്ത് ബീങ് അറ്റ് ദ ഹെഡ് ആൻഡ് പ്രോഗ്രസ് ഡൗൺ. സോ ഈ മോട്ടോ സ്കില്ലും ഗ്രോത്തും എന്ത് ചെയ്യുന്നു, തലയിൽ നിന്ന് താഴേക്ക് വരും. തലയിൽ നിന്ന് താഴേക്കാണ് വളർച്ച വരിക എന്നാണ് ഒരു പാറ്റേൺ പറയുന്നത്. പിന്നെ രണ്ടാമത്തെ പാറ്റേൺ സെന്റർ ഔട്ട്വേർഡ് ഡെവലപ്മെന്റ്. അതായത് ബോഡിയുടെ നടുക്ക് നിന്ന് സൈഡിലേക്ക്, ലിംബിലേക്ക് ഗ്രോത്ത് പോകുന്നു എന്നുള്ള രീതിയിലാണ് പറയുന്നത്. അപ്പോൾ 2 ഡെവലപ്മെന്റ് ആണ്, ഹെഡ് ടു ടോ ആൻഡ് സെന്റർ ഔട്ട്വേർഡ് ആണ്. സോ പ്രോക്സി മോ ഡിസ്റ്റൽ ആൻഡ് സെഫാലോ കോഡ്വൽ എന്നാണ് പറയപ്പെടുന്നത്. സോ ക്യാരക്ടേഴ്സ് ഓഫ് ഇൻഫൻസി പീരീഡ് പറയുവാണെങ്കിൽ ഷോർട്ടസ്റ്റ് ലൈഫ് സ്റ്റേജ് ആണ്. സോ ഇൻഫൻസി അല്ലെങ്കിൽ ആ കുഞ്ഞായിട്ട് ഇരിക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര കുറവല്ലേ. ആ ഒരു പീരീഡ് 2 വയസ്സൊക്കെ കഴിഞ്ഞാൽ പിന്നെ ആ ഒരു ഇൻഫൻസി കഴിഞ്ഞു. കാര്യം നമ്മുടെ ബേസിക് ആയിട്ട് ഒരു മനുഷ്യന് 75 വയസ്സ് മുതൽ 100 എന്നുള്ള കണക്കിനകത്ത് 2 വർഷം എന്ന് പറയുന്നത് വളരെ ഷോർട്ടസ്റ്റ് ആണ് അല്ലേ. പിന്നെ അഡ്ജസ്റ്റ് ടു എൻവയോൺമെന്റ്. സോ ഇൻഫന്റ് പെട്ടെന്ന് ക്വിക്ലി അഡാപ്റ്റ് ആകും അല്ലെ, സറൗണ്ടിങ്സ് അഡാപ്റ്റ് ആവും, പെട്ടെന്ന് അഡ്ജസ്റ്റ് ആകും. പിന്നെ വരുന്നത് പ്ലാറ്റൂൺ ഡെവലപ്മെന്റ് ആണ്. സോ ഫിസിക്കൽ ഗ്രോത്ത് ആദ്യം ഭയങ്കര കുറവായിരിക്കും. പിന്നെ ആ ഒരു ഇൻഫൻസിലൊക്കെ വെയിറ്റ് ഗെയിൻ ചെയ്യും. പെട്ടെന്ന് കുഞ്ഞുങ്ങൾ വെയിറ്റ് ഗെയിൻ ചെയ്യുന്നു, പെട്ടെന്ന് വളരില്ലേ, അങ്ങനെയൊക്കെ. പിന്നെ ഫെർദർ ഡെവലപ്മെന്റ് പ്രഡിക്ഷൻസ് ആണ്. സോ ബിഹേവിയർ ആൻഡ് ഡെവലപ്മെന്റ് ആയിട്ടുള്ള മാർക്കേഴ്സ് ഒക്കെ ഡെവലപ്പ് ആയി വരുന്നു. ആൻഡ് ഫിസിക്കൽ ആൻഡ് ഫിസിയോളജിക്കൽ ഹസാർഡ്സ്. ഇൻഫന്റ് ഒരുപാട് റിസ്കിലൂടെ കടന്നു പോകും. തീ കാണും, അല്ലെങ്കിൽ എന്താ പറയുക ചൂട്, അങ്ങനെ ഒരുപാട് റിസ്കിലൂടെ കടന്നു പോകുന്നു. പക്ഷെ അത് അഡാപ്റ്റായി അവർ പിന്നെ അത് മനസ്സിലാക്കി പഠിച്ചു പോവുകയാണ് ചെയ്യുന്നത്. അപ്പൊ എന്തൊക്കെ ഞാൻ പറഞ്ഞത്, വളരെ ഷോർട്ട് ആണ്, 2 years ആണ് പറഞ്ഞു. ഹെഡ് ടു ടോ, സെന്റർ ടു ഔട്ട്വേർഡ് പറഞ്ഞു. പിന്നെ അഡ്ജസ്റ്റ്മെന്റ് ടു എൻവയോൺമെന്റ് ആൻഡ് പ്ലാറ്റൂൺ ഡെവലപ്മെന്റ് പറഞ്ഞു. സോ ഇനിഷ്യലി സ്ലോ ആയിരിക്കും, പിന്നെ അത് റെസ്യൂം ചെയ്ത് വെയിറ്റ് ഗെയിൻ ചെയ്ത് പോവുകയാണ് ചെയ്യുക. ഫർദർ ഡെവലപ്മെന്റ് പ്രഡിക്ഷൻ ഞാൻ പറഞ്ഞു, ആൻഡ് സൈക്കോളജിക്കൽ ഹസാർഡ്സിന്റെ കാര്യം ഞാൻ പറഞ്ഞു കേട്ടോ. സോ അഡ്ജസ്റ്റ്മെന്റ് ഡ്യൂറിങ് ഇൻഫൻസി. സോ എന്തൊക്കെ അഡ്ജസ്റ്റ്മെന്റ് ചെയ്യുന്നത്, ഫസ്റ്റ് വൺ ഈസ് ടെമ്പറേച്ചർ ആണ്. സോ അമ്മേന്റെ വയറ്റിൽ ഇരുന്ന പോലെ ടെമ്പറേച്ചർ ആയിരിക്കില്ല പുറത്തുണ്ടാവുക. 2 ബ്രീത്തിങ് ആണ്. സോ അമ്മേന്റെ വയറ്റിനകത്താകുമ്പോൾ അമ്പലിക്കൽ കോഡ് വഴി ഓക്സിജൻ വരും. ഇവിടെ അങ്ങനെയല്ല, സ്വന്തമായിട്ട് ശ്വസിക്കേണ്ട ആവശ്യമുണ്ട്. നറിഷ്മെന്റ് ആണെങ്കിൽ സക്കിങ്ങും സ്വാലോയിങ്ങും ആവശ്യമാണ് അല്ല, അത് ഇൻഡിപെൻഡന്റ് ആയിട്ട് ചെയ്യണം. മറ്റത് അങ്ങനെയല്ല, പ്ലസന്റ് വഴി കിട്ടിക്കൊണ്ടിരിക്കും. ഇപ്പൊ അങ്ങനെയല്ല, അവർ സ്വന്തമായി തന്നെ ചെയ്യണം. ഓർഗൻസ് ആണെങ്കിലോ, ഓർഗൻസ് ഒക്കെ വേസ്റ്റ് പ്രൊഡ്യൂസ് തുടങ്ങും, എക്സ്ക്രീഷൻ സ്റ്റാർട്ട് ചെയ്യും എന്നുള്ളതാണ്. സോ അപ്പോൾ ഇത്രയും അഡ്ജസ്റ്റ്മെന്റുകളാണ് വരിക: ടെമ്പറേച്ചർ, ബ്രീത്തിങ്, നറിഷ്മെന്റ് ആൻഡ് എലിമിനേഷൻ. എലിമിനേഷൻ 2 ആണ്. ഒന്നെങ്കിൽ എലിമിനേഷൻ തന്നെ വീണ്ടും ഫർദർലി ക്ലാസിഫൈ ചെയ്യും. യൂറിൻ ഉണ്ട് കേട്ടോ. അത് യൂറിനും ഉണ്ട്, നോൺ യൂറിൻ പ്രൊഡക്ട്സും ഉണ്ട്. അതായത് നമ്മൾ പറയുന്നതെന്ന് വെച്ചാൽ, യൂറിൻ മീൻസ് അറിയാലോ, നമുക്ക് യൂറിൻ ഫീസസ് വരും. പിന്നെ അല്ലാതെ എന്തുണ്ട്, സ്വെറ്റ് ഉണ്ട്. അതൊക്കെ നോൺ യൂറിൻ്റെ ക്ലാസിഫിക്കേഷനിൽ വരും. നമുക്ക് അത്രയൊന്നും പോകണ്ട കേട്ടോ. നമ്മൾ പറയാൻ പോകുന്നത് ഹസാർഡ് ഡ്യൂറിങ് ഇൻഫൻസി പീരീഡ്. ഇൻഫൻസി പീരീഡിൽ എന്തൊക്കെയാണ് അല്ലെങ്കിൽ ഹസാർഡ്സുകൾ വരിക എന്നുള്ളതാണ്. ദ ഫസ്റ്റ് വൺ ഇസ് ഫിസിക്കൽ ഹസാർഡ് ആണ്. സോ ബർത്ത് കോംപ്ലിക്കേഷൻ ഉണ്ട്. ഇപ്പൊ അനോറക്സിയ പറയും, ദാറ്റ് മീൻസ് ലാക്ക് ഓഫ് ഓക്സിജൻ ആണ്. ഓക്സിജന്റെ അളവ് കുറയുന്ന സമയത്ത്, അല്ലെങ്കിൽ കുഞ്ഞിന് ഓക്സിജൻ അളവ് കുറയുവാണെങ്കിൽ ബ്രെയിനിലേക്ക് ഫർദർലി ഓക്സിജൻ എത്താതെ അതെന്ത് ചെയ്യുന്നു, ഡെവലപ്മെന്റിനെ അഫക്റ്റ് ചെയ്യാറുണ്ട്. പിന്നെ മൾട്ടിപ്പിൾ ബർത്ത് ആണ്. സോ മൾട്ടിപ്പിൾ ബർത്തിൽ ഇൻഫൻസിയിൽ ചില സമയത്ത് കുഞ്ഞുങ്ങൾ ഫേസ് ചെയ്യാറുണ്ട്. അതായത് പ്രീമച്വർ ബർത്ത്, ലോ ബർത്ത് വെയിറ്റ്, അതായത് ഒന്നെങ്കിൽ വെയിറ്റ് കുറഞ്ഞിട്ടോ അല്ലെങ്കിൽ നേരത്തെ ജനിക്കുക, ഇങ്ങനെയുള്ള കണ്ടീഷനിലേക്ക് വരാം. അത് മൾട്ടിപ്പിൾ ബർത്ത് കേസിലേക്ക് വരാം. പിന്നെ പോസ്റ്റ് മെച്യൂരിറ്റി, അത് ലാർജർ ഇൻഫൻസുകൾക്ക് വലിയ ഇൻസ്ട്രുമെന്റൽ ഡെലിവറി വേണ്ടി വരും. അപ്പൊ
അതുകൊണ്ട് തന്നെ അവരുടെ ദേഹമൊക്കെ വേദനിക്കുക അല്ലെങ്കിൽ അങ്ങനെയുള്ള റിസ്കുകളുണ്ട്. ഇപ്പോൾ എക്സാമ്പിൾ വലിയ വെയിറ്റ് ഉള്ള കുഞ്ഞാണെങ്കിൽ പുറത്തേക്ക് എടുക്കുക എന്ന് പറയുന്നത് അത്ര വലിയ എളുപ്പമല്ല. അപ്പം വലിയ വലിയ മെഷീൻസ് ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് തലയൊക്കെ വലിച്ചൂരിങ് എടുക്കേണ്ടി വരും എന്നുള്ളതാണ്. നെക്സ്റ്റ് വൺ ഇസ് പ്രീ മെച്യൂരിറ്റി ആണ്. സോ പ്രിമച്യൂർ ഇൻഫൻസുകൾക്ക് ഒരുപാട് ഇഷ്യൂസ് ഉണ്ട്. അതായത് ബർത്ത് ഡാമേജ് ഉണ്ടാകാം. സോ റെസ്പിറേറ്ററി സിസ്റ്റം ഡെവലപ്ഡ് ആയിട്ടുണ്ടാവില്ല, പല ഓർഗൻ സിസ്റ്റം ഡെവലപ്ഡ് ആയിട്ടുണ്ടാവില്ല. സോ ഇതാണ് ഫിസിക്കൽ അസാർഡ്. ബർത്ത് കോംപ്ലിക്കേഷൻ പറഞ്ഞു, മൾട്ടിപ്പിൾ ബർത്ത് പറഞ്ഞു, പോസ്റ്റ് മെച്യൂരിറ്റി ആൻഡ് പ്രീ മെച്യൂരിറ്റി ആണ്. നെക്സ്റ്റ് സൈക്കോളജിക്കൽ ഹസാർഡ്സ് ആണ്. ട്രഡീഷണൽ ബിലീഫ്സ്, ഇപ്പോൾ തന്നെ കൾച്ചർ ബിലീഫ്സിൽ പല രീതിയിലും കുഞ്ഞുങ്ങളെ ഇൻഫ്ലുവൻസ് ചെയ്യാറുണ്ട്. അവരുടെ കെയറിലായാലും ഡെവലപ്മെന്റിലായാലും പല രീതിയിലും മാറ്റങ്ങൾ വരാറുണ്ട്. പിന്നെ ഹെൽപ്ലെസ് ആണ്. ന്യൂ ബോൺസിന് ഡിപ്പെൻഡൻസി എന്ന് പറയുന്നത് ഭയങ്കര ഒരു സംഭവമാണല്ലോ. അപ്പൊ ഡിപ്പെൻഡൻസി എന്ന് പറയുന്നത് അത് കിട്ടേണ്ട രീതിയിലാണ് കിട്ടേണ്ടത്. ഇപ്പൊ എക്സാമ്പിൾ പറയുവാണെങ്കിൽ, ഇപ്പോൾ പാല് കൊടുക്കേണ്ട സമയത്ത് പാൽ തന്നെ കൊടുക്കണം, അല്ലെങ്കിൽ വിശക്കുന്ന സമയത്ത് നമ്മൾ തിരിച്ചറിഞ്ഞ് കൊടുക്കണം. അതിന് പകരം നമ്മൾ സൈക്കോളജിക്കൽ വാല്യൂസ് കൊടുക്കാതെ വേറെ ഏതെങ്കിലും രീതിയിൽ കുഞ്ഞുങ്ങളെ നമ്മൾ അപ്രോച്ച് ചെയ്യുകയാണെങ്കിൽ, പ്രത്യേകിച്ച് ഫസ്റ്റ് ബോൺസിന് അപ്രോച്ച് ചെയ്യുവാണെങ്കിൽ അത് കുഞ്ഞുങ്ങളെ നല്ലപോലെ എഫക്ട് ചെയ്യും. പിന്നെ പാരന്റൽ ആറ്റിറ്റ്യൂഡ്സ് ആണ്. ഇപ്പോൾ ഇൻഫന്റ് ജെൻഡർ, പിന്നെ അതർ കോംപ്ലിക്കേഷൻസ് അല്ലെങ്കിൽ എന്തെങ്കിലും വേറെ കോംപ്ലിക്കേഷൻസ് കാരണമൊക്കെ പാരൻസിന് എന്തെങ്കിലും ഡിഫറെന്റ് ആറ്റിറ്റ്യൂഡ്സ് വരാം. ഇപ്പോൾ എക്സാമ്പിൾ തന്നെ, ഇപ്പോൾ ജനത്തോടെ അമ്മ മരിക്കുവാണെങ്കിൽ അച്ഛൻ അവോയ്ഡ് ചെയ്യുന്ന കുട്ടികൾ ഒരുപാട് കേസസ് ഉണ്ടല്ലേ. അപ്പം അങ്ങനെയൊക്കെ ഉണ്ടാകും. അപ്പോൾ ട്രഡീഷണൽ ബിലീഫ്, ഹെൽപ്ലെസ്, പാരന്റൽ ആറ്റിറ്റ്യൂഡ്. സോ ഇതൊക്കെ നിങ്ങൾക്ക് സ്വന്തമായിട്ട് എഴുതാൻ പറ്റുന്ന കാര്യങ്ങളാണ് കേട്ടോ. നമ്മൾ പറയാൻ പോകുന്നത് ഫിസിക്കൽ ഡെവലപ്മെന്റ് ഇൻ ഇൻഫൻസി ആണ്. സോ ഫിസിക്കൽ ഗ്രോത്തിനെ പറ്റി പറയുവാണെങ്കിൽ കുഞ്ഞുങ്ങൾ പെട്ടെന്ന് വെയിറ്റ് വെക്കുക. അപ്പൊ ഞാൻ ഓൾറെഡി പറഞ്ഞു ഭയങ്കര ഗ്രോത്ത് ഉണ്ടായിരിക്കും ഞാൻ പറഞ്ഞു. സോ കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ പറയുവാണെങ്കിൽ ആദ്യത്തെ ഒരു 6 മാസം 2 ഇരട്ടി വെയിറ്റും, പിന്നെ വരുന്ന മാസങ്ങളിൽ, അതായത് പിന്നെ അങ്ങോട്ട് വരുന്ന ഫസ്റ്റ് ഇയർ വരെയുള്ള മാസങ്ങളിൽ 3 ഇരട്ടി വെയിറ്റും വെക്കും എന്നാണ് പറയപ്പെടുന്നത്. പക്ഷെ ഇത് പ്രോപ്പർ ന്യൂട്രീഷൻ കൊടുത്താൽ മാത്രമേ ഉള്ളൂ കേട്ടോ. അതിനുശേഷം അവരുടെ ഹെഡ്, ചെസ്റ്റ് വളരുക, ഓർഗൻസുകൾ വളരുക, ഹാർട്ട്, ലങ്സ് ഒക്കെ വളരുക. പിന്നെ സോഫ്റ്റ് ആയ ബോൺസ് ഒക്കെ ഇച്ചിരി ബ്രിട്ടിലൊക്കെ ആവും കേട്ടോ, ഇച്ചിരി പെട്ടെന്ന് വളർന്ന് വരികയാണ് ചെയ്യുക. പിന്നെ അത് മാത്രമല്ല, ആ ഒരു 18 മാസം കൊണ്ട് തന്നെ അവർ മാക്സിമം, അതായത് ആ ഒരു മാക്സിമം ആയിട്ടുള്ള ഗ്രോത്തുകളും മെച്യൂരിറ്റിയും ഒക്കെ അത്യാവശ്യമായിട്ട് ഓർഗൻസിന് കിട്ടി തുടങ്ങും. പിന്നെ ഒരു സെക്കൻഡ് ഇയർ, അതായത് 2 വയസ്സൊക്കെ ആ ഒരു കഴിയുന്ന സമയം ബ്രെയിനിന് വെയിറ്റ് വെക്കും. അതായത് ഒരു അഡൾട്ടിനുള്ളത് പോലെ തന്നെ അപ്രോക്സിമേറ്റ്ലി 75% ഓഫ് ഇറ്റ്സ് അഡൾട്ട് വെയിറ്റ് അനുസരിച്ച് തന്നെ ബ്രെയിനിന് വെയിറ്റ് വെക്കും. ഇപ്പൊ നമ്മൾ നമുക്കിപ്പോൾ തല മേലെ ആയതുകൊണ്ട് നമുക്ക് അത്ര വെയിറ്റ് ഫീൽ ചെയ്യുന്നില്ല. പക്ഷെ നമ്മുടെ തലയ്ക്ക് അത്യാവശ്യം വെയിറ്റ് ഉണ്ട്. ഒരു തലക്കനം ഉണ്ടെന്ന് പറയില്ല, അവന്റെ തലക്കനം കണ്ടില്ല എന്ന് പറയില്ല, അതുപോലെ അത്യാവശ്യം തലക്കനം ഉണ്ട്. അപ്പോൾ കുഞ്ഞുങ്ങൾ നമ്മൾ എടുക്കുമ്പോൾ എപ്പോഴും എന്താ പറയാ, തലയ്ക്ക് പിടിച്ചെടുക്കണം എന്നല്ലേ പറയാം. അതിന് റീസൺസ് തലയ്ക്ക് വെയിറ്റ് വെക്കുന്നുണ്ട്. അവർക്ക് അത്രയും ശക്തി ഉണ്ടാവില്ല, കഴുത്തിന് ശക്തി ഉണ്ടാവില്ല. കാര്യം അത്രയും വെയിറ്റും ഉണ്ട്. ബോഡി വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ തലയ്ക്ക് ഇച്ചിരി വെയിറ്റും ഉണ്ട്. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ പറയുന്നത്. പിന്നെ പറയുവാണെങ്കിൽ അവർക്ക് എപ്പോഴും അവരുടെ വളർച്ച എപ്പോഴും ഇൻഫ്ലുവൻസ് ചെയ്തത് ജനറ്റിക്കൽ ഫാക്ടേഴ്സ്, എൻവയോൺമെന്റൽ ഫാക്ടേഴ്സ്, ബയോളജിക്കൽ ഫാക്ടേഴ്സ്, അങ്ങനെയൊക്കെ ഉള്ള കാര്യമാണ്. ഹ്യൂമൻ മിൽക്കിന് ഒരുപാട് ന്യൂട്രീഷ്യസ് ആയിട്ടുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഹ്യൂമൻ മിൽക്ക് എപ്പോഴും നമ്മൾ ഫസ്റ്റ് ഇയറിൽ നമ്മൾ എപ്പോഴും പറയാറുണ്ട്. സോ നമ്മൾ ഫുഡിന് പകരം സപ്ലിമെന്റ്സ് ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല എന്ന് പറയാം. പക്ഷേ ഇൻ കേസ് കൊടുക്കേണ്ടി വന്നാൽ വി ക്യാൻ ഡൂ ദാറ്റ്, അതൊന്നും വലിയ പ്രശ്നമില്ല. പക്ഷേ വെസ്റ്റേൺ കൾച്ചർ അനുസരിച്ചിട്ട് അവർ 6 മന്തോ കഴിയുമ്പോഴത്തേക്ക് എന്ത് ചെയ്യുന്നു, കുറച്ചൊക്കെ വേറെ എന്തെങ്കിലും ഫുഡൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് തുടങ്ങുകയാണ് ചെയ്യേണ്ടാവുക. സോ മെച്യൂരിറ്റി പറയുവാണെങ്കിൽ പ്രൈമർലി ഫീഡിംഗ് ഒക്കെ നമ്മൾ ആദ്യം അതിലെ കൊടുക്കുക. മെച്യൂരിറ്റി സമയത്തൊക്കെ അല്ലെങ്കിൽ മെച്യൂരിറ്റി അറ്റൈൻ ചെയ്യുന്നത് വരെ നമ്മൾ ഫീഡിംഗ് ആയിരിക്കും. അവർക്കൊരു മെച്യൂർ വന്നു, അവർ സ്വന്തമായി ഫുഡൊക്കെ ഇങ്ങനെ എക്സ്പ്ലോർ ചെയ്ത് സ്വന്തമായി കഴിക്കുന്നുണ്ട്, ബവൽ മൂവ്മെന്റ് അവർക്ക് അറിയാൻ പെടുന്നുണ്ട്, അവർ ഉറങ്ങുന്നുണ്ട്, അവർ ഫീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ ഡിമാൻഡ് ചെയ്യുന്നുണ്ടെന്ന് കാണുന്ന സമയത്ത് നമ്മൾ മെച്യൂരിറ്റി വന്നു എന്നുള്ളത് നമ്മൾ കൺസിഡർ ചെയ്യുവാണ് ചെയ്യുക. ആ സമയത്ത് ഒരു ഹെൽത്തി ചൈൽഡ് ചെയ്യുന്ന രീതികളിലായിരിക്കും അവർ പോകുന്നുണ്ടാവുക. സോ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ എൻവയോൺമെന്റുമായിട്ട് കൂടുതൽ അറ്റാച്ച്ഡ് ആകും. മെച്യൂറേഷൻ എന്ന് പറയുന്നത് അതിന് ഒരുപാട് ഫാക്ടേഴ്സ് ഞാൻ ഉണ്ടെന്ന് പറഞ്ഞതുപോലെ തന്നെ മെച്യൂറേഷൻ എന്ന് പറയുന്നത് അവരുടെ ഫുഡ് അല്ലെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്യും. അപ്പൊ ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നില്ല, നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യങ്ങളും ചെയ്ത കാര്യങ്ങളും വീണ്ടും റിപ്പീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ അല്ലേ. സോ നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് സൈക്കോ സോഷ്യൽ ഡെവലപ്മെന്റ് ഇൻ ഇൻഫൻസി ആണ്. സോ സൈക്കോ സോഷ്യൽ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇൻഫന്റ് ഞാൻ പറഞ്ഞു അല്ലെ, ജനിച്ചത് മുതൽ 1 വയസ്സ് വരെയാണ്. ആ സമയത്ത് ട്രസ്റ്റ്, മിസ്ട്രസ്റ്റ്, അതാണ് ബേസിക് കാര്യം കേട്ടോ. ആരെ വിശ്വസിക്കാൻ പാടില്ല എന്നുള്ളത് കുട്ടികൾ മനസ്സിലാക്കി തുടങ്ങും. ഇപ്പൊ അച്ഛനോടും അമ്മയോടും കാണിക്കുന്നത് സ്ട്രേഞ്ചറിനോട് കാണിക്കണം എന്നില്ല. അവർക്കൊരു ഫിയർ, പേടി വരാം, അല്ലെങ്കിൽ ഒരു ഫീലിംഗ് ഓഫ് ഫിയർ ആണ് കേട്ടോ. ഒരു കംപ്ലീറ്റ് ഫിയർ എന്ന് പറയാൻ പറ്റില്ല, ഒരു ഡെവലപ്പായി വരികയല്ലേ ചെയ്യുള്ളൂ. ആൻഡ് ഇൻസെക്യൂരിറ്റി അവർക്ക് ഫീൽ ചെയ്യാം. കാര്യം കൂടുതലും ഫുഡ് കൊടുക്കുന്നു, പാല് കൊടുക്കുന്നു, അത് കാണുമ്പോൾ അവർക്ക് കൂടുതലും അവരെ ട്രസ്റ്റ് ചെയ്യണം തോന്നും, ആരെ മിസ്ട്രസ്റ്റ് ചെയ്യണം, വിഡ്രോവൽ കാണിക്കാനുള്ള ഒക്കെ കാര്യങ്ങൾ കാണിക്കാറുണ്ട്. സോ ടൈപ്പ് ഓഫ് സോഷ്യൽ ബിഹേവിയർ പറയുവാണെങ്കിൽ ഫസ്റ്റ് ഇസ് അറ്റാച്ച്മെന്റ് ആണ്. ഞാൻ ഓൾറെഡി പറഞ്ഞതുപോലെ
ലവ്, ആര് ചിരിക്കുന്നു അല്ലെങ്കിൽ ആരവരെ കൂടുതൽ കളിപ്പിക്കുന്നു അവരുടെ ഒരു അറ്റാച്ച്മെന്റ് കാണിക്കും. പിന്നെ സ്മൈലിംഗ് ആണ്. സ്മൈലിംഗ് ഈസ് എ വേ ഓഫ് കമ്മ്യൂണിക്കേഷൻ ഫോർ ഇൻഫൻസ്. അത് ഭയങ്കര സംഭവമാണ് കേട്ടോ. അവരോട് ചിരിക്കും അല്ലെങ്കിൽ നമ്മളെ കൈയടിക്കും, അതൊക്കെ ഭയങ്കര സംഭവമാണ്. ആൻഡ് ആങ്സൈറ്റി, ഒരു 10 month ഒക്കെ ആകുമ്പോഴത്തേക്ക് ഇൻഫൻസ് ഒരു സെപ്പറേറ്റ് ആങ്സൈറ്റി കാണിച്ചു തുടങ്ങും. ഇപ്പം കെയർ ഗീവ് ചെയ്യുന്ന ആൾക്കാർ അല്ലെങ്കിൽ അവരെ നോക്കുന്ന ആൾക്കാരുടെ ഒരു രീതി, അല്ലെങ്കിൽ പുറത്തുനിന്ന് വേറെ ആരെങ്കിലും വരുവാണെങ്കിൽ ആ ഒരു രീതി അങ്ങനെ കാണിച്ചു തുടങ്ങും. പിന്നെ സ്ട്രേഞ്ചേഴ്സിനോടുള്ള ദേഷ്യം അല്ലെങ്കിൽ പേടിയൊക്കെ കാണിക്കും. ചില സമയത്ത് ദേഷ്യം മീൻസ് ഇങ്ങനെ കൈയൊക്കെ ഇട്ട് അടിക്കുകയൊക്കെ ചെയ്യും, ഇല്ലെങ്കിൽ ഭയങ്കര ആങ്സൈറ്റി ഒക്കെ കാണിക്കും കേട്ടോ. കുഞ്ഞുങ്ങൾ കാണിക്കാറൊക്കെ ഉണ്ട് എന്നുള്ളതാണ്. ഇത് നമുക്ക് അറിയുന്ന കാര്യമാണ്. അപ്പോൾ അറ്റാച്ച്മെന്റ്, സ്മൈലിംഗ്, ആങ്സൈറ്റി ആൻഡ് ഫിയേഴ്സ് ഓഫ് സ്ട്രേഞ്ചേഴ്സ് ആണ് കേട്ടോ. നെക്സ്റ്റ് ഫിസിക്കൽ ഡെവലപ്മെന്റ് ആണ്. സോ ഫിസിക്കൽ ഗ്രോത്ത് ഞാൻ ഓൾറെഡി പറഞ്ഞതുപോലെ നമ്മൾ സെയിം പോയിന്റ്സ് തന്നെ, വേറെ വ്യത്യാസമില്ല, നിങ്ങളത് വായിച്ചാൽ മതി. സ്ലീപ്പ് പാറ്റേൺ പറയുവാണെങ്കിൽ സാധാരണ ആൾക്കാരെ പോലെ അല്ല സ്ലീപ്പ് പാറ്റേൺ. അവർക്ക് വയറ് നിറഞ്ഞാൽ അവർ ചിലപ്പോൾ ഉറങ്ങിയേക്കാം. അവരുടെ പാറ്റേൺ എൻഡിൽ ഡിഫറെൻ്റ് ആണ്. സോ ന്യൂ ബോൺസ് മിക്കവാറും എപ്പോഴും ഉറങ്ങിക്കൊണ്ടിരിക്കും. എപ്പോഴും അവർ ഫീഡിങ് സമയത്ത് ഉറങ്ങുന്ന ടീമുകളാണ് കുഞ്ഞു പിള്ളേരെന്ന് വെച്ചാൽ. പിന്നെ ഒരു 3 month കഴിയുമ്പോഴത്തേക്കും അവരുടെ സ്ലീപ്പും ഫീഡിങ്ങും ബവൽ മൊമെന്റും ഒക്കെ ഏകദേശം റെഗുലർ ആകും. നമുക്കൊരു ടൈം ഫിക്സ് ചെയ്ത് പറയാൻ പറ്റും. പിന്നെ എൻഡ് ഓഫ് ദ ഫസ്റ്റ് ഇയർ ഒക്കെ ആകുമ്പോൾ അവർ കറക്റ്റ് അവർലി ആയിരിക്കും. ഒരു റെഗുലർ അവർലി, ഈക്വൽ അവർലി അവർ കറക്റ്റ് എണീക്കുക, ഉറങ്ങുക, അങ്ങനത്തെ രീതിയിലേക്ക് മാറും. സോ മെച്യൂറേഷൻ നമ്മൾ പറഞ്ഞ സെയിം കാര്യം തന്നെയാണ്. ആൻഡ് സൈക്കോളജിക്കൽ ഡെവലപ്മെന്റും സെയിം തന്നെയാണ്. എറിക്ക് ഒരു തിയറി പറഞ്ഞിരുന്നു, ലൈക്ക് സൈക്കോളജിക്കൽ ഡെവലപ്മെന്റ് സ്റ്റേജ് അക്രോസ് ദ ലൈഫ് സ്പാൻ. അതാണ് നമ്മൾ നെക്സ്റ്റ് പറയാൻ പോകുന്നത്. ഇതാണ് നമുക്ക് ഇച്ചിരി ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. സോ സ്റ്റേജ് 1 ട്രസ്റ്റ് ആൻഡ് മിസ്ട്രസ്റ്റ് ആണ്. ബർത്ത് ടു 1 year ആണ് അവിടെ കാണിക്കുക. ഇൻഫൻസ് കെയർ ഗീവ് ചെയ്യുന്ന ആൾക്കാരോട് കൂടുതൽ ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്യാനും അവരോട് കൂടുതൽ അറ്റാച്ച്മെന്റ് കാണിക്കും. പിന്നെ സേഫ്റ്റി, സെക്യൂരിറ്റി, പിന്നെ റിജക്ഷൻ കാണിക്കും കേട്ടോ. ഇപ്പം മിസ്ട്രസ്റ്റ്, അതായത് അവർക്ക് വിശ്വാസമില്ല അല്ലെങ്കിൽ അവരെ ഉപദ്രവിക്കുന്നുണ്ട്, അവർക്ക് പേടിയുള്ള ആൾക്കാരോടൊക്കെ അവർ എന്ത് ചെയ്യാറുണ്ട്, മിസ്ട്രസ്റ്റ് കാണിക്കാറുണ്ട്. പിന്നെ നമുക്ക് ഇത് തിരിച്ചു കൊണ്ടുവരാം. മിസ്ട്രസ്റ്റ് എന്ന് പറയുന്ന രീതി നമുക്ക് ഒരുപാട് റീഇൻഫോഴ്സ്മെന്റ് ഒക്കെ ചെയ്ത് നമുക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റുന്നൊരു കാര്യമാണ്, ഇല്ലെന്നല്ല. സോ ടൈപ്പ് ഓഫ് സോഷ്യൽ ബിഹേവിയേഴ്സിൽ വരുന്നതാണ് അറ്റാച്ച്മെന്റ്, സ്മൈലിംഗ്, ആങ്സൈറ്റി, ഫിയർ ഓഫ് സ്ട്രേഞ്ചേഴ്സ്. സോ ഇത് ഞാൻ ഓൾറെഡി പറയുന്നില്ല, നിങ്ങൾക്ക് അറിയാം. സോ സബ് സ്റ്റേജ് ഉണ്ട് കേട്ടോ. ഈ ഫിയർ ഓഫ് സ്റ്റേജസിൽ തന്നെ നമുക്ക് സബ് സ്റ്റേജ് ഉണ്ട്. സോ ഫിയർ ഓഫ് സ്ട്രേഞ്ചേഴ്സ് പറയുവാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും അറിയാം, ജനിച്ച ഒരു ഫസ്റ്റ് ഇയർ ഇല്ലേ, ആ ഒരു ഫസ്റ്റ് ഇയറിൽ തന്നെ അവർക്ക് കൂടുതൽ ആൾക്കാരൊക്കെ റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റും. ഇപ്പം അമ്മ ആരാ, അച്ഛൻ ആരാ, അമ്മുമ്മ ആരാ, അതൊക്കെ അവർക്ക് മനസ്സിലാക്കും കേട്ടോ. അതിനുശേഷം അവരുടെ കൊഗ്നീഷൻ ഐഡന്റിഫൈ ചെയ്യാനും അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ തുടങ്ങും. അവർ പ്രോസസ് ചെയ്യാൻ തുടങ്ങും, അക്വയർ ചെയ്യാൻ തുടങ്ങും, നോളജൊക്കെ കൂടുതൽ അവർ എടുക്കാൻ തോന്നും. പിന്നെ അതിനുശേഷമാണ് പിന്നെ ഫർദർലി ഉള്ള ബാക്കിയുള്ള ഡെവലപ്മെന്റും സെൻസറി എക്സ്പീരിയൻസും ഒക്കെ അവർ നേടിയെടുക്കുന്നത്. ശബ്ദം എങ്ങനെ, വെളിച്ചം എങ്ങനെ എന്നുള്ള കാര്യങ്ങളൊക്കെ കേട്ടോ. സോ നമ്മുടെ പിയാക്സിന്റെ തിയറി ഒരു പറയുന്നുണ്ട് കേട്ടോ. പിയാക്സ് പറയുന്നത് വെച്ചാൽ പുള്ളിക്കാരൻ ജനിച്ചത് മുതൽ 2 വയസ്സ് വരെ, അതായത് സെൻസറി മോട്ടോർ സ്റ്റേജ് എന്ന് പറഞ്ഞു. ഈ സമയത്ത് ഒരുപാട് സെൻസറി എക്സ്പ്ലോറേഷൻസ് ഒക്കെ ഉണ്ടാകാറുണ്ട്. അപ്പോൾ സബ് സ്റ്റേജ് ഉണ്ട്, റിഫ്ലെക്സ് ആണ്. റിഫ്ലെക്സ് ആക്ഷൻ ആണ്, നമ്മൾ ലൈറ്റ് അടിക്കുമ്പോൾ പെട്ടെന്ന് നമ്മൾ റിഫ്ലെക്സ് കാണിക്കുക, സ്റ്റിമുലേഷനെ കാണിക്കില്ല, അത് റിഫ്ലെക്സ് ആണ്. ആൻഡ് പ്രൈമറി സർക്കുലർ റിയാക്ഷൻ ഉണ്ട്, റിപ്പീറ്റിംഗ് ആക്ഷൻ ഫോർ സ്റ്റിമുലേഷൻ, ഒരേ കാര്യം നമ്മൾ വീണ്ടും വീണ്ടും ചെയ്തുകൊണ്ടിരിക്കുക. പിന്നെ സെക്കൻഡറി സർക്കുലർ റിയാക്ഷൻ ഉണ്ട്, ഇന്റൻഷനലി നമ്മൾ വീണ്ടും വീണ്ടും ആ റെസ്പോൺസ് ചെയ്തുകൊണ്ടിരിക്കുക. പിന്നെ കോർഡിനേഷൻ ഓഫ് സെക്കൻഡറി റിയാക്ഷൻ ആണ്, മോർ കോർഡിനേഷൻ, കോംപ്ലക്സ് റെസ്പോൺസ്, ഭയങ്കര കറക്റ്റ് കോർഡിനേറ്റ് സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള റിയാക്ഷൻസ് കാണിക്കും, കോംപ്ലക്സ് ആയി റെസ്പോൺസും കാണിക്കും. പിന്നെ ടെറിഷറി ആണ്, ട്രയൽ ആൻഡ് എറർ എക്സ്പെരിമെന്റേഷൻസ് കാണിക്കും. ആൻഡ് ഇയർലി റെപ്രസെന്റേഷൻ തോട്ട് ഉണ്ട്, ഡെവലപ്മെന്റ് ഓഫ് സിമ്പിൾ ടു റെപ്രസെന്റ് ഒബ്ജക്റ്റ് ഇൻ ഇവന്റ്. സോ ആ സമയത്താണ് കുട്ടികൾ കൂടുതലും ഈ പാമ്പും കോണി കട്ടകൾ വെച്ചിട്ട് കളിക്കില്ലേ, അതൊക്കെ കളിക്കുന്നത് ഈ ഒരു ഇയർലി റെപ്രസെന്റേഷൻ തോട്ടിലാണ്. സോ ഒന്നും കൂടെ പറയാം, റിഫ്ലെക്സ് ഞാൻ പറഞ്ഞു, ഇപ്പോൾ ടോർച്ച് അടിക്കുമ്പോൾ ഒരു കണ്ണ് ചിമ്മുന്നു, അതൊക്കെ. പിന്നെ പ്രൈമറി സർക്കുലേഷൻ റിയാക്ഷനിൽ ഒരു സ്റ്റിമുലേഷനിൽ വീണ്ടും റിപ്പീറ്റ് ആയി. ഇപ്പോൾ എക്സാമ്പിൾ പറയുവാണെങ്കിൽ അവരെ ഇങ്ങനെ എടുത്ത് പൊക്കാൻ പോകുമ്പോൾ ചിരിക്കുക, അല്ലെങ്കിൽ അവരെ എടുക്കാൻ പോകുമ്പോൾ കരയുക, അത് റിപ്പീറ്റ് ആയിട്ടുള്ള ആക്ഷൻ കാണിക്കുക. സെക്കൻഡറി സർക്കുലേഷൻ ഇന്റൻഷ്യലി കാണിക്കുക, അതായത് ഇപ്പം ഒരാളെ ഇഷ്ടമല്ല, അവരെടുക്കരുത്, അതുകൊണ്ട് കരയുക എന്നുള്ളത്. ഇനി കോർഡിനേഷൻ ഓഫ് സെക്കൻഡറി റിയാക്ഷൻസ് ആണ്, കൂടുതൽ കോർഡിനേറ്റ് ചെയ്യുക, അത് നടന്നു എഴയുന്നത് അല്ലെങ്കിൽ ഒരു സാധനം കൈയെടുക്കുന്നത്. പിന്നെ ടെറിഷറി സർക്കുലർ റിയാക്ഷൻസിൽ ട്രയൽ ആൻഡ് എറർ എക്സ്പെരിമെന്റേഷൻ ആണ്, അതായത് ചില കാര്യങ്ങൾ പിടിക്കാൻ നോക്കുക, എത്തിപ്പിടിക്കാൻ നോക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. ഇതൊക്കെ ഞാൻ ജസ്റ്റ് എക്സാമ്പിൾ വെച്ച് പറയുന്നത് വെച്ചാൽ നിങ്ങൾക്ക് അത് ഓർമ്മ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. കുറേ കാര്യങ്ങൾ വീണ്ടും വീണ്ടും റിപ്പീറ്റിംഗ് ആണ്, അപ്പോൾ പറയേണ്ട ആവശ്യമില്ല. സോ നെക്സ്റ്റ് വൺ ഇസ് ലിംഗ്വിസ്റ്റിക് ഡെവലപ്മെന്റ് ഇൻ ഇൻഫൻസി ആണ്. സോ ലാംഗ്വേജ് അക്വിസിഷൻ ആണ് ഫസ്റ്റ് കാര്യം. അവരത് മനസ്സിലാക്കും, ലാംഗ്വേജ് എന്താണ്, എങ്ങനെയാണ്, സിമ്പിൾ സൗണ്ട്സ്. ഇപ്പൊ റാ, താ, ഉമ്മ എന്നൊക്കെ അല്ലേ പറയാം, അമ്മ പറയില്ലേ, ഉമ്മ പറയും, അച്ഛന് ച എന്നൊക്കെ പറയില്ലേ. അപ്പൊ ആദ്യത്തെ ഒരു 4 month കൊണ്ട് തന്നെ അവർ ഏകദേശം ലിപ്സ് ഒക്കെ നോക്കി ഐഡന്റിഫൈ ചെയ്യാൻ തുടങ്ങും, സൗണ്ട്സ് ഒക്കെ ഐഡന്റിഫൈ ചെയ്യാൻ തുടങ്ങും.
പിന്നെ ഒരു 6 മാസമൊക്കെ കഴിയുമ്പോൾ പയ്യെ പയ്യെ ബാബിൾ ചെയ്യും. പിന്നെ ഒരു 12 മാസമൊക്കെ ആകുമ്പോൾ കുറച്ച് മീനിങ് ആയ സ്പീച്ച്, ഞാൻ പറഞ്ഞതുപോലെ അമ്മ അച്ഛ എന്നൊക്കെ പറയും. സോ ലാംഗ്വേജ് ഡെവലപ്മെന്റിന് കുറച്ച് കമ്പോണൻസ് പറയുന്നുണ്ട്. ദ ഫേസ്റ്റ് വൺ ഈസ് ഫോണോളജി. ഇൻഫൻസ് സൗണ്ടുകൾ ലൈക്ക് സ്പീച്ച് സംസാരിക്കുന്ന സമയത്ത് കുറച്ച് സൗണ്ടുകളൊക്കെ ഉണ്ടാവില്ലേ, അതുപോലെയൊക്കെ ചെറുതായിട്ട് എന്തിങ്ങനെ പറയാനൊക്കെ അവർ ശ്രമിച്ചു തുടങ്ങും. അത് ഞാൻ ഓൾറെഡി പറഞ്ഞതുപോലെ ആ ഒരു 6 മാസം മുതൽ 12 മാസം വരെയൊക്കെ ശ്രമിച്ചു തുടങ്ങും. പിന്നെ എന്ത് ചെയ്യുന്നു, അവർ കുഞ്ഞു കുഞ്ഞു വേർഡ്സ് കറക്റ്റ് പ്രൊനൗൺസ് ചെയ്യാൻ ശ്രമിക്കും. ആൻഡ് സെമാറ്റിനിക്, സോ വൊക്കാബുലറി ഡെവലപ്മെൻറ്റ് നടക്കുവാണ് ചെയ്യുക. സോ ഇവിടെ ഈ വൊക്കാബുലറി ഡെവലപ്മെൻറ്റ് ഒരു പ്രശ്നമുണ്ട്, പ്രോപ്പർ അല്ല എന്നുണ്ടെങ്കിൽ അവർ പിന്നെ സംസാരിക്കാൻ ഭയങ്കര ലേറ്റ് ആവും കേട്ടോ. സോ വൊക്കാബുലറി സ്പിറ്റിൽ ഒക്കേഴ്സ് ബിറ്റ്വീൻ 18 to 24 months. സോ 18 മാസം മുതൽ 24 മാസമാണ്. ഈ സമയത്താണ് മിക്കവാറും കുട്ടികൾ പറയുക സംസാരിക്കുന്നില്ല, ഡിലേ കാണിക്കുന്നു എന്നൊക്കെ മിക്കവാറും പാരൻസ് പറഞ്ഞു കേട്ടില്ലേ. അത് ഈ സെമാറ്റിനിക് ഫേസിലായിരിക്കും. പിന്നെ ഗ്രാമർ, അവർ വേർഡ് കോമ്പിനേഷൻ യൂസ് ചെയ്യും. കുട്ടികൾ 2-3 വേർഡ്സുകൾ ഒരുമിച്ച് പറഞ്ഞു തുടങ്ങും. അത് 1 മുതൽ 2 വയസ്സിനിടയിലായിരിക്കും. പിന്നെ പ്രാഗ്മാറ്റിക്സ് ആണ്. സോ അവർ റൂൾസ് ഉപയോഗിക്കും കമ്മ്യൂണിക്കേഷൻ. ഇപ്പം ഞാൻ അവിടെ പോയിരുന്നു, കുഞ്ഞുങ്ങൾ സംസാരിക്കും. 2 വയസ്സുള്ള കുട്ടികളൊക്കെ നല്ലൊരു സംസാരം കണ്ടിട്ടില്ലേ, നല്ല കിളിപോലെ സംസാരിക്കും. അപ്പോൾ അതുപോലെയൊക്കെ ഒരു സംസാരിക്കും കേട്ടോ. സോ ഫോണോളജി പറഞ്ഞു, ചെറിയ ചെറിയ സൗണ്ടുകൾ അവർ ഉണ്ടാക്കി തുടങ്ങും, ബാബിൾ ചെയ്യാൻ തുടങ്ങും. സെമാറ്റിനിക് പറഞ്ഞു, അവിടെ വൊക്കാബുലറി ഡെവലപ്പ് ആവുകയും ഉള്ള കാര്യങ്ങളാണ്. സോ ഗ്രാമർ, കണക്റ്റിംഗ് വേർഡ്സ് യൂസ് ചെയ്യും. ആൻഡ് പ്രാഗ്മാറ്റിക് എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ ബൈ യൂസിങ് സം റൂൾസ് കേട്ടോ. അത്രയേ ഉള്ളൂ. ഭയങ്കര എളുപ്പമാണ്, ഒന്നുമില്ല ഈ ചാപ്റ്ററിൽ. ഭയങ്കര സിമ്പിൾ ചാപ്റ്ററാണ്. അപ്പോൾ നന്നായിട്ട് വായിക്കുക, റെഫറൻസ് കൂടെ വായിക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും. സോ നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. താങ്ക് യു.